ഹലോ. അപ്പോൾ നമുക്കിതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ ഹൃദയപൂർവ്വം മൂവി കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. സെക്കൻഡ് ഷോ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ബേസാണ്. അപ്പോൾ കുറച്ചധികം ബേസ് എടുത്തോളൂ. അപ്പോൾ നമ്മുടെ സ്കിൻ അത്രയ്ക്കും പ്രൊട്ടക്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് നമുക്ക് നെക്കിലൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഡവിൻ്റെ മോയ്സ്ചറൈസറാണ്. മൈ ഫേവറേറ്റ് ഒന്നാണ്. നല്ല സ്മെല്ലാണ്. അതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ഡീപ്പ് മോയ്സ്ചറൈസേഷനാണ് ഈ ഡവിൻ്റെ ഈ ക്രീം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റായിട്ട് നമുക്ക് വേണ്ടത് നോർമൽ പൗഡറാണ്. അപ്പോൾ അതും നമ്മുടെ ഫേസിലേക്കും നെക്കിലേക്കും അപ്ലൈ ചെയ്യാം. ഞാൻ എപ്പോഴും ക്രീമായാലും എന്തെടുത്താലും ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റായിട്ട് വേണ്ടത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന രീതിക്ക് തന്നെ എനിക്ക് മൊബൈലിൽ നോക്കിയിട്ട് ഡയറക്റ്റായിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഐലൈനർ. അപ്പോൾ നമുക്ക് മിററിൽ പോയി അപ്ലൈ ചെയ്തിട്ട് വരാം. അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് വരച്ചു കൊടുക്കാം. നൈസായിട്ടൊന്ന് വരച്ചാൽ മതി. അപ്പോൾ അതങ്ങനെ ഒന്ന് നൈസായിട്ടൊന്ന് വരച്ചാലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ആ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്നൊരു പൊട്ട് തൊട്ട് കൊടുക്കാം. അപ്പോൾ ഐബ്രോസും ഐലൈനറും പൊട്ടും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ നൈക്കയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയത് വാങ്ങാറായിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ഒരു ലിപ്സ്റ്റിക്കാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ലിപ് ഷെയ്ഡാണത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നെക്സ്റ്റായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടത് ഹെയറാണ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള ഒരു ക്ലിപ്പ് വെച്ചിട്ടാണ് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. എനിക്ക് ആ ക്ലിപ്പ് അമ്മയാണ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ചെറിയ പോണിറ്റെയിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്തു. ഇനി നമുക്ക് മസ്റ്റായിട്ട് എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് സിന്ദൂരം തൊട്ട് കൊടുക്കുക എന്നുള്ളത്. ഏത് പാതിരാത്രിക്ക് പോയാലും എനിക്കത് മസ്റ്റായിട്ട് വേണ്ട കാര്യമാണ്. നെക്സ്റ്റായിട്ട് നമുക്ക് വളയൊന്ന് ഇട്ട് കൊടുക്കാം. ശേഷം വെഡ്ഡിങ് റിങ്ങും നോർമൽ റിങ്ങും ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇയറിംഗ് ആണ്. അപ്പോൾ ആ ഡ്രസ്സിന് മാച്ചായിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. ബട്ടർഫ്ലൈയുടെ ഒരു കുഞ്ഞ് ഇയറിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിമ്പിൾ ഇയറിംഗ് ആണത്. അപ്പോൾ എനിക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് ഇയറിങ്സ് ഇടുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കുറച്ച് ബാങ്ക്സ് ഒക്കെ ഇട്ട് കൊടുത്ത ശേഷം മൈ ഫേവറേറ്റ് ബാഗാണത്. യൂണിക്കോണിൻ്റെ ആ ഒരു പിക്ചറൊക്കെ ഉള്ള ബാഗ്. അതും എനിക്ക് അമ്മ വാങ്ങി തന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഞാൻ പോയി സിനിമ കണ്ടിട്ട് വരാം. ടാറ്റാ, ബൈ.